നമ്മളിന്നപ്പോൾ ഒരു ചെറിയ സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, സൺഡേസിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണിച്ചിട്ടാണ് വന്നതാണ്. ഞാൻ സൺഡേ നമ്മൾ ആദ്യം തന്നെ രാവിലെ എനിക്ക് പാലൊക്കെ കൊടുക്കാൻ പോയിട്ട് വന്നിട്ട് അച്ഛൻ്റെ പുല്ല് മുറിച്ച് വെച്ചിട്ടുണ്ടാവും ഗൈസ്. പുല്ല് നമ്മൾ പോയി പാടത്തു നിന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മളിപ്പോൾ പാടത്തേക്ക് പുല്ലെടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പാടത്തേക്ക് പോണ വഴി, ഇതാണ് നമ്മുടെ പാടം. അപ്പോൾ നമ്മളിങ്ങനെ പാടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുല്ലെടുക്കാനുണ്ട്, ഇത് പോണ വഴിയാണ് ഗൈസ്. അപ്പോൾ ഈ ഫൈനലി നമ്മൾ പുല്ലെടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. നമുക്കത് ഇവിടെ നിന്ന് കൊണ്ടുപോകണം, വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വേണം പശുവിന് കൊടുക്കണം ഗൈസ്. പുല്ല് ഇത് നമുക്കിനി വീട്ടിലേക്ക് എത്തിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ പുല്ലെടുത്തിട്ടുണ്ട്. ഈ പുല്ല് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കണം, എന്നിട്ട് വേണം നമ്മൾ പശുവിന് കൊടുക്കാൻ. മഴയ്ക്ക് ആയതുകൊണ്ട് പശുവിന് പാടത്തേക്കൊന്നും കെട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുല്ല് മുറിച്ചിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാൻ. പിന്നെ വൈകുന്നേരങ്ങളിലും പശുവിന് പുല്ല് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുല്ല് കൊണ്ടുപോയി കൊടുക്കണം. വിചാരിക്കണത് നല്ല കേസ്, നല്ല വെയിറ്റുണ്ട്. മഴ ആയതുകൊണ്ട് പുല്ലിലൊക്കെ വെള്ളം ഇറങ്ങിയുണ്ട്, നല്ല വെയിറ്റിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്തുകൊണ്ട് തോട് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് ഗൈസ്. അല്ലാതെങ്കിൽ തോടിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഗൈസ് എൻ്റെ വീട് അവിടെയായിട്ട് വരും. വീട്, തോട്, പാടം. പാലം ഒടിഞ്ഞു പോയി ഗൈസ്. പഞ്ചായത്തിൽ നിന്ന് പാലം കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് 2 വർഷം ആവാറ ഗൈസ്. ഇതുവരെയായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് കൃഷിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ കൃഷി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയാണ് ഗൈസ്. ഇഞ്ചി കൃഷി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഞ്ചി നട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെയും ഇഞ്ചി വരുന്നുണ്ട്. പിന്നെ ഏത്തവാഴ നട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഏത്തവാഴ. ഇവിടെ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ കുരുമുളകിൻ്റെ കൃഷിയുണ്ട് കുറേ. അപ്പോൾ ഇത് ഇവിടെ അല്ലാണ്ട് ഇങ്ങനെ ഇതൊക്കെ ചെറിയത് ഇപ്പോൾ നട്ട് വരുന്നുള്ളൂ. പിന്നെ ഇതിൽ കുരുമുളക് ഉണ്ടാവുന്നതാണ്. പിന്നെ ചക്ക, ഈ ചക്ക പഴുക്കാറായതാണ്. ഇത് നമ്മളിനും പറിക്കും. പിന്നെ നമ്മൾ കുറേ കപ്പയൊക്കെ നട്ടിട്ടുണ്ട്, ചേമ്പ്, കപ്പ. പിന്നെ ഇത് പശുവിനെ നമ്മൾ ചാണകം കൊണ്ടുവന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് കോഴിയുണ്ട്, ഇതാണ് നമ്മുടെ കോഴി മുട്ടൊക്കെ തരും. പിന്നെ ഇതാണ് പശു, ഇതാണ് മൂത്ത പശു. പിന്നെ ഒരു കുഞ്ഞു പശു ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വീട്ടിൽ മുള്ളാത്ത ഉണ്ട് ഗൈസ്, മുള്ളാത്ത. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുള്ളാത്ത. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. പിന്നെ റംബൂട്ടാൻ ആദ്യം കാണിച്ചു തരാം, അതിന് വീഡിയോ കാണിച്ചു തരാം. ഇതാണ് റംബൂട്ടാൻ. പറ്റുള്ളൂ, എല്ലാം ചാടി പോവുമായിരുന്നു, ബട്ട് കുറച്ചൊക്കെ കിട്ടി. പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ വീട്. ചെറിയ വീടാണ് ഗൈസ്, കുഴപ്പമൊന്നുമില്ല, നല്ല വീടാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. പിന്നെ താമരയുണ്ട് ഗൈസ്. ഒരു താമരയുണ്ട് ഗൈസ്. അമ്പൽ, ഇതാണ് അമ്പൽ. പിന്നെ ചാമ്പയ്ക്കുണ്ട് ഗൈസ്. പിന്നെ പേരയ്ക്ക. പിന്നെ ഇതാണ് മുള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നട്ട് വലുതാക്കി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറേ വീഡിയോ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറേ മിസ്റ്റേക്സും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് പോകുന്ന വീഡിയോയിൽ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ശരി ഗൈസ്.